നമസ്കാരം. ഞാൻ ഡോക്ടർ സ്വപ്ന പ്രസന്ന. ഹോസ്പിറ്റലിൽ എത്തുന്ന പലരും ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, ഡോക്ടറെ കൊളസ്ട്രോൾ റിപ്പോർട്ട് കണ്ടു, പേടിപ്പിക്കാനുണ്ടോ? സത്യത്തിൽ കൊളസ്ട്രോൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ പേടിയാണ്. എന്നാൽ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണെന്ന് നിങ്ങൾക്കറിയാമോ? കോശങ്ങളുടെ നിർമ്മാണത്തിനും ഹോർമോണുകളുടെ ഉൽപ്പാദനത്തിനും ഇത് വേണം. പക്ഷേ ഇതിൻ്റെ അളവ് കൂടുമ്പോഴാണ് അത് വില്ലനാകുന്നത്. എന്താണ് നല്ല കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളും? നമുക്കൊന്ന് നോക്കിയാലോ. നമ്മുടെ ശരീരത്തിൽ 2 തരത്തിലുള്ള കൊളസ്ട്രോൾ ഉണ്ട്. HDLും LDLും, നല്ല കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളും. HDL എന്ന് പറയുന്നത് നല്ല കൊളസ്ട്രോളാണ്. ഇത് ഹൃദയത്തിൻ്റെ ഒരു കാവൽക്കാരനാണ്. രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടുന്ന അധിക കൊളസ്ട്രോളിനെ നീക്കം ചെയ്ത് ലിവറിലേക്ക് എത്തിക്കുന്നതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. അടുത്തതാണ് LDL, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ഇതാണ് യഥാർത്ഥ വില്ലൻ അഥവാ ചീത്ത കൊളസ്ട്രോൾ. ഇതിൻ്റെ അളവ് കൂടുമ്പോഴാണ് അത് രക്തക്കുഴലുകളുടെ ഭിത്തിയിൽ അടിഞ്ഞുകൂടുകയും രക്തസഞ്ചാരം തടസ്സപ്പെടുകയും ചെയ്യുന്നത്. ഇതിനൊപ്പമാണ് ട്രൈഗ്ലിസറൈഡും നാം ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് കൊളസ്ട്രോളിനെ ലളിതമായി എന്ന് മനസ്സിലാക്കാം. നമ്മുടെ രക്തക്കുഴലുകളെ ഒരു റോഡായി സങ്കല്പിക്കുക. അവിടെ LDL എന്നത് അഴുക്കുകൾ വഴിയിൽ തള്ളുന്ന ഒരു വണ്ടി പോലെയാണ്. ഇത് അഴുക്ക് കൂടുമ്പോഴാണ് ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. എന്നാൽ HDL എന്നത് ഈ അഴുക്കുകളെല്ലാം വൃത്തിയാക്കി മാറ്റുന്ന ഒരു ക്ലീനിങ് വണ്ടിയാണ്. അതുകൊണ്ടാണ് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കണമെന്നും നല്ല കൊളസ്ട്രോൾ കൂട്ടണമെന്നും പറയുന്നത്. എന്തുകൊണ്ടാണ് കൊളസ്ട്രോളിനെ സൈലന്റ് കില്ലർ എന്ന് വിളിക്കുന്നത്? അതിന്റെ കാരണം നോക്കിയാലോ. പലപ്പോഴും കൊളസ്ട്രോൾ കൂടുമ്പോൾ ശരീരത്തിൽ പ്രകടമായ ലക്ഷണങ്ങൾ ഉണ്ടാകാറില്ല. രക്തക്കുഴലുകളിൽ ഈ കൊഴുപ്പ് അടിഞ്ഞുകൂടി അതെറോസ്ക്ലെറോസിസ് എന്ന് പറയും. രക്തപ്രവാഹം കുറയുന്നു. ഇത് ഹൃദയത്തിലേക്കുള്ള രക്തം തടസ്സപ്പെടുത്തിയാൽ ഹൃദയാഘാതത്തിനും തലച്ചോറിലേക്കാണെങ്കിൽ സ്ട്രോക്കിനും കാരണമാവുന്നു. അതുകൊണ്ട് തന്നെയാണ് 30 വയസ്സ് കഴിഞ്ഞവർ കൃത്യമായ ഇടവേളകളിൽ ഒരു ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ BP കൂടുകയും ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാം? മരുന്നുകൾക്ക് മുൻപേ നാം ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണമാണ്. നമ്മൾ എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത്? ട്രാൻസ് ഫാറ്റ് അടങ്ങിയ ബേക്കറി പലഹാരങ്ങൾ, എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ, റെഡ് മീറ്റ് എന്നിവ പരമാവധി കുറയ്ക്കുക. നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് നാരുകളടങ്ങിയ ഭക്ഷണമായ ഓട്സ്, തവിട് കളയാത്ത ധാന്യങ്ങൾ, പച്ചക്കറികൾ എന്നിവ ശീലമാക്കുക. ബദാം, വാൽനട്ട് പോലുള്ള നട്ട്സും ഒമേഗ 3 അടങ്ങിയ മീനുകളും ഹൃദയത്തിൻ്റെ ആരോഗ്യ പ്രവർത്തനത്തിന് നല്ലതാണ്. അതുപോലെ തന്നെയാണ് വ്യായാമം. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റ് വേഗത്തിലുള്ള നടത്തം ശീലമാക്കുക. ഇത് HDL അഥവാ നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ സഹായിക്കും. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഉയർന്ന കൊളസ്ട്രോൾ ഉള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ മരുന്നുകൾ സ്വയം നിർത്തുകയോ അളവ് മാറ്റുകയോ ചെയ്യരുത്. ചെറിയ മാറ്റങ്ങൾ കൊണ്ട് വലിയ ആരോഗ്യ പ്രശ്നങ്ങളെ നമുക്ക് തടയാം. ഈ അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഉപകാരപ്പെടട്ടെ. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സംശയം കമൻ്റായി ചോദിക്കാം. നന്ദി.